എന്നും അപകടമുള്ളൊരു സ്ഥലമാണ്. നോക്കിക്കേ, ഭയങ്കരം തന്നെ. അത് അവിടെ വിളിച്ച് പറയുന്നുണ്ട് പതുക്കെ പോകുന്നു. എന്നിട്ടും ഇവന്മാർ വന്നിട്ട് വന്ന് കയറുക. നോക്കെ എവിടുന്ന് ആ വണ്ടി വന്നിരിക്കുന്നു നോക്കി. ഇവിടെ നിന്ന് ഇടിച്ച് കയറി അതുകൊണ്ട് ഇവിടെ നിന്ന് വന്ന് കയറിയിരിക്കുക. ഓ, ഭയങ്കരം തന്നെ. ഈ വഴിയിൽ നിന്ന് എവിടുന്നാ വന്ന് കയറിയത്? ഈ റൂട്ട് വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഒരു അറിവിനായിട്ടാണ്. തിപ്പൂര് ഇവിടെ ഈ കയറ്റവും ഇറക്കവും വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഇത് കണ്ടാൽ വലിയ കയറ്റമാണെന്നോ ഇറക്കമാണെന്നോ തോന്നത്തില്ല. പക്ഷെങ്കിൽ ഒരു 4-5 ഇട നമ്മൾ ബ്രേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ബാംഗ്ലൂർ സേലം വരുന്നവർ ഇത് ഈ വഴി വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഇവർ പറയുന്ന കാര്യം നിർബന്ധമായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ വലിയ എക്സ്പേർട്ട് ഡ്രൈവറാണെന്നോ എനിക്കിതൊന്നും വലിയ വിഷയമല്ല എന്നൊന്നും ചിന്തിക്കരുത്. ഇവിടെ പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. കണ്ടോ, കണ്ടാൽ നിരപ്പാന്നേ തോന്നത്തുള്ളൂ. വഴി കണ്ടാൽ നിരപ്പാന്നേ തോന്നത്തുള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ കുത്തിക്കയറ്റാനോ ഓവർ ഡ്രൈവിങ് കാണിക്കാനോ മിടുക്കനാകാനോ ഒന്നും നിങ്ങൾ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ കാലൻ പെടലിക്ക് കയറിടും. ഇതൊരു അറിവിനായി നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കേ. ഇവർ വണ്ടി ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്തിട്ട് കുറേ വണ്ടിയുണ്ടോ ചെക്ക് പോസ്റ്റ് പോലുണ്ട്. എന്നിട്ട് കുറച്ച് വണ്ടിയൊക്കെ വിടത്തുള്ളൂ. എന്നാ വെച്ചാൽ ഈ വണ്ടിക്കാർ തള്ളിക്കയറി പോകുമെന്ന് അറിയാം. അതുകൊണ്ട് ചെയ്യുന്നതാണ്. എങ്കിലും വണ്ടിക്കാർ ഇതുകൊണ്ട് ഇവിടെ 2 ലൈനായിട്ടൊക്കെ കേട്ടോ ഇവർ പറയുന്നത് കേട്ടോ. ഇവരിങ്ങനെ മൈക്കിൽ കൂടെ പറയുന്നുണ്ട് സ്പീഡ് കുറച്ച് പോകുന്നൊക്കെ. എന്നിട്ട് ഈ 2 സൈഡിൽ കൂടെ വന്നിട്ട് ഒരു സൈഡിലെ വണ്ടി അവർ ബ്ലോക്ക് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്തൊക്കെയാണ് ഇവിടെ നിന്ന് അവർ വിടുന്നത്. എങ്കിലും നമുക്ക് ധൃതിയാണ് വണ്ടിക്കാർക്ക് എല്ലാവർക്കും. അതിപ്പോൾ ഞാൻ സഹിതമാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ധൃതിയാണ്. അപ്പോൾ ഈ ധൃതി ഇച്ചിരി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇച്ചിരി പതുക്കെ പോയാൽ നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും. അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം സ്വർഗത്തിൽ പോകാം. പിന്നെ എവിടെ യമൻ്റെ അടുക്കെ പോകാം, യമരാജാവിൻ്റെ ഒക്കെ പോകാം, അല്ലെങ്കിൽ ഹൂറികളുടെയൊക്കെ പോകാം. അങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തർക്കും ചെല്ലാം. കേട്ടോ, ഇവിടെ തൊട്ട് അവരിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വണ്ടി കയറ്റി വിടുന്നത്. ഇവിടെ നിന്ന് ഇവരിങ്ങനെ വിളിച്ച് പറയും നിങ്ങൾ പതുക്കെ വാ എന്ന് പറയും. പക്ഷെ കണ്ടാൽ വലിയ ഇറക്കമോ വലിയ കയറ്റമോ ഒന്നും പറയത്തില്ല. അതുകൊണ്ടാണ് വണ്ടിക്കാർ സ്പീഡിൽ പിടിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റി കാറുകാർ കുത്തിക്കയറ്റി പിടിക്കും. ഓക്കെ. മോട്ടോർ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് പ്രവൃത്തി, അതായത് ഡ്രൈവർമാരെ വെച്ചാണ്. അല്ലാതെ പുസ്തകത്തിൽ പഠിച്ച് ഒരിക്കലും മോട്ടോർ വകുപ്പ് നിയമം നടപ്പിലാക്കരുത്. റൈറ്റ് സൈഡിൽ കൂടെ ഭാരവണ്ടികൾ, അതായത് വലിയ ട്രക്കുകൾ റൈറ്റ് സൈഡിൽ കൂടാണ് ശരിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഏത് ഡ്രൈവർമാർക്ക് ചോദിച്ചാലും അവർ പറയും. പക്ഷേ മോട്ടോർ വകുപ്പ് നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഹെവി വെഹിക്കിൾസ് ഇതുപോലെയുള്ളത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണമെന്നാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ കിട്ടത്തില്ല. അത് ഞങ്ങൾക്ക് ഓടിക്കുന്നവരൊക്കെ അറിയത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്പീഡിൽ പോകുന്ന കാറുകാരെല്ലാം ലെഫ്റ്റിൽ കൂടെ വേണം കയറിപ്പോകാൻ. റൈറ്റ് സൈഡിൽ കൂടെ ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ കയ്യിൽ വണ്ടിയുടെ കൺട്രോൾ കിട്ടത്തില്ല. ഇത് കണ്ടോ, കാറുകാർ ഇതുപോലെ സ്പീഡിൽ വന്ന് അവരിടത്തെ സൈഡിൽ കൂടെ പോയാൽ മതി, ഒരു വിഷയവുമില്ല. അത് ചെറിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം വരുന്ന ഇടത്തെ സൈഡിൽ 2 വീലറുകാർ പോകും. അപ്പം ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർന്ന് പോയാൽ 2 വീലറുകാരെ ഞങ്ങൾ തട്ടും, അല്ലെങ്കിൽ അവർ വന്ന് ഞങ്ങളുടെ അടിയിൽ കയറും. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിയമം മാറ്റി എഴുതണം. റൈറ്റ് സൈഡ് പിടിച്ചു പോകേണ്ടത് ഹെവി വെഹിക്കിൾസാണ്. അവരിങ്ങനെ ഒരു ശല്യവും കൂടാതെ
അവരിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, ആർക്കും ഒരു ശല്യമില്ല. നിങ്ങളവരെ ശല്യം ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്പീഡിൽ പോകേണ്ട വണ്ടിക്കാർ കയറി പോവുക. അതിന് നേരെ തിരിച്ചാണ് നമ്മൾ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അത് വെച്ച് കാറുകാരൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കയറി വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ഒരു നല്ല വീഡിയോ തന്നെ ഈ ഡിപ്പാർട്ട്മെൻ്റ് ഇട്ട് പൊതുജനത്തിന് അറിവുണ്ടാകുന്ന രീതി ചെയ്യേണ്ടതാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഇട സൈഡിൽ കൂടെ കാറുകാർ പൊക്കോളും, റൈറ്റ് സൈഡിൽ കൂടെ ഹെവി വെഹിക്കിൾസ് പൊക്കോളും. അങ്ങനെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയത്തുള്ളൂ എന്താണെന്നുള്ളത്. ഇത് നോക്കുക, ലെഫ്റ്റ് സൈഡിൽ ഇട്ട് വലിയ വണ്ടി ഓടിച്ചാൽ ടൂ വീലറുകാരിൽ നിന്ന് കളിക്കുന്ന കളി കണ്ടോ, അവർക്കും കയറി പോകാൻ പേടിയാണ്. അഥവാ അവർ കയറിപ്പോയാൽ തന്നെ ഓവർടേക്ക് ചെയ്ത് ഒരു ലോറിയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ലോറിക്കാർക്ക് പേടി വരും ഇവരുടെ പോക്ക് കാണുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും റൈറ്റ് സൈഡ് ലോറിക്കാർ പിടിച്ച് ഓടിക്കുന്നതാണ് അവർക്ക് സേഫ്റ്റി. ഹൈവേ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡാ ലോറിക്കാർ പിടിക്കത്തുള്ളൂ. അതെന്നാ നിയമം വന്നെന്ന് പറഞ്ഞാലും നമുക്ക് കയ്യിൽ വണ്ടി നിൽക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കയറ്റി പിടിച്ചാൽ വണ്ടി കയ്യിൽ നിൽക്കത്തില്ല. അതുണ്ടോ ടൂ വീലറുകാർ വാങ്ങി പോകുന്ന പോക്ക് കണ്ടോ. അപ്പോൾ അത് നമുക്ക് പേടിയാണ്, ടൂ വീലറുകാരെ കാണുന്ന പേടിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് റൈറ്റിലോട്ട് വണ്ടി പിടിച്ച് റൈറ്റ് സേഫായിട്ട് നമ്മൾ പോകും. അപ്പോൾ റൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആരും ഒരു ശല്യത്തിനും വരത്തില്ല, നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള നിയമങ്ങളാണ് നല്ലത്. കണ്ടോ, വണ്ടിക്കാർ ലെഫ്റ്റ് സൈഡ് പോകേണ്ടിവരും, അങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അറിവിനായിട്ട് ഇടുന്നതാണ്, അല്ലാതെ യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. പൊതുജന അറിവ്. ഞാൻ 37 വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് അപകടങ്ങളും ഒക്കെ ഈ കൈ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ പൊക്കി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആണ് ഇതൊക്കെ പൊതുജന അറിവിനായിട്ട് പിടിച്ച് കാണിക്കുന്നത്. ഓക്കെ, ഈ വണ്ടി ഇടത്തെ സൈഡിൽ കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ പറ. അപ്പോൾ നിങ്ങൾ കാണുന്ന ചെറിയ കേരളമല്ല, കേരളം വിട്ട് കഴിഞ്ഞാൽ. കേരളം വിട്ട് കഴിയുമ്പോൾ കളി മാറും. അപ്പോൾ ഈ ചേർത്തല തൊട്ട് എറണാകുളം ഇങ്ങോട്ട് കിടക്കുന്ന 2 വരിപ്പാത കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കാറുകാരെങ്ങനെ പോവും, നിങ്ങൾ റൈറ്റ് സൈഡിൽ പിടിച്ചാൽ എന്ന് പറയുന്ന കളിയല്ല. അവിടം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ നടക്കത്തുള്ളൂ, ഇങ്ങനെ പോത്തുള്ളൂ വണ്ടിക്കാർ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോക്കണം. ഇത് സുരേഷ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. എനിക്കിവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാണ് സുരേഷുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത്. സുരേഷിൻ്റെ 12ാമത്തെ വയസ്സിൽ സുരേഷ് മുണ്ടക്കയത്ത് ഒരു ഡോക്ടറുടെ വീട്ടിലുണ്ടായിരുന്നു. അല്ല സുരേഷ്? അതെ. സുരേഷിൻ്റെ ശരിക്കുള്ള വീട് തേനിയിലാണ്. സുരേഷ് നല്ലൊരു ഫ്രണ്ടാണ്. ഞാനിപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ ഓടി വന്ന സമയത്ത് ഗ്ലാസ്സിൽ കൂടെ കണ്ട് എന്നെ ലൈറ്റ് അടിച്ച് നിർത്തി. അപ്പോൾ ആ ബന്ധം കണ്ടോണം, ആ കണ്ട ആ പരിചയമാണ്. ഞാൻ സ്പീഡിൽ പോയ വണ്ടി സുരേഷിൻ്റെ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പാസ് ചെയ്യുന്ന കണ്ട് ലൈറ്റ് ഇട്ട് പടപടപടാന്ന് ലൈറ്റ് ഇട്ട് കാണിച്ച് ഞാനിപ്പോൾ ഒതുങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഈ കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആരെ കണ്ടാലും നമ്മുടെ ബന്ധങ്ങൾ മുറിയരുത്, നല്ല രീതിയിൽ നമ്മൾ പോകണം. അതാണ് ശരിയായിട്ടുള്ള ബന്ധം. ഓക്കെ, ഇനിയും നമ്മൾ കാണും. ഓക്കെ.